ബംഗളൂരു നഗരത്തിലേക്ക് പോകുന്നു. സജു ചാമക്കാലയിൽ തത്സമയം ചേരുന്നു. സജു, അവിടെ എന്താണ് വിവരം? SKN വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇന്നലെ വന്ന അല്ലെങ്കിൽ ഇന്നലെ രാവിലെ നമ്മൾ ലൈവ് തന്ന ആ കടകളൊക്കെ ഇന്ന് തുറന്നിട്ടില്ല. അതൊക്കെ അടച്ച ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാണ് ബംഗളൂരു നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന മിക്കവാറും എല്ലാ ഹോട്ടലുകളുടെയും സ്ഥിതിയുള്ളത്. ഇന്നും കൂടി തുറക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് സാധാരണ എല്ലാ ഹോട്ടലും. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഹോട്ടലിന്റെ മുൻവശത്ത് 2-3 കാലി കുറ്റികളൊക്കെ വെച്ചിട്ടുണ്ട്. അവർ ഉപയോഗിച്ചതിന്റെ ബാക്കി കുറ്റികളാണ്. ഇന്നിപ്പോൾ കുറ്റി വന്നെങ്കിൽ മാത്രമേ അവരുടെ ഇന്നത്തെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ കാണുന്ന സമൂറ ഇതിലിപ്പോൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടുള്ള, അതായത് സാധാരണ ഇതിന് വലിയ തോതിൽ തീ വേണ്ട ഒരു പാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കത്തിച്ചിട്ടില്ല. ചെറിയ പാത്രങ്ങളാണ് ഇപ്പോൾ ചായ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ജനങ്ങൾ നേരിടുകയാണ്. പ്രത്യേകിച്ച് സാധാരണ ജനങ്ങളെയും വലിയ തോതിൽ ബാധിക്കുകയാണ്. യുദ്ധം തീൻമേശയെ എങ്ങനെ ബാധിക്കുന്നത് കഴിഞ്ഞ 2 ദിവസമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അധിക സമയത്ത് എണ്ണയിൽ വേവിക്കേണ്ട സാധനങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. ഇവിടെയൊക്കെയും രാവിലെ ആകുമ്പോൾ തന്നെ വലിയ തിരക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ ഇപ്പോൾ വലിയ തിരക്കുകളൊന്നുമില്ല. പ്രത്യേകിച്ച് പല സാധനങ്ങളുടെയും ഇപ്പോൾ അവർ കുറച്ചിരിക്കുകയാണ്. അതായത് ഈ എണ്ണയിൽ അധിക നേരം വേവിക്കുന്ന സാധനങ്ങളൊക്കെ വലിയ തോതിൽ കുറച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ ഗ്യാസ് സിലിണ്ടർ പ്രതിസന്ധി വലിയ തോതിൽ ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരങ്ങളെല്ലാം ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബംഗളൂരുവിലാണ് വലിയ തോതിൽ ആദ്യമായി തന്നെ ഈ പ്രശ്നം ഉണ്ടായത്. നമുക്ക് ഈ ഹോട്ടൽ അധികൃതരോട് ചോദിക്കാം എങ്ങനെയാണ് അവർ ഈ പ്രശ്നത്തെ മാനേജ് ചെയ്യുന്നത്. भाई साहब, आप कैसे मैनेज किया है सिलेंडर? मैनेज तो अभी कर रहे हैं. अभी ऑलमोस्ट 25-30% रेस्टोरेंट्स बेंगलोर में, कर्नाटका में बंद हो गया. ऑलरेडी हम सेंट्रल गवर्नमेंट को हमारा अपील दिया है. पेट्रोलियम मिनिस्ट्री का पास बात की है हम, कर्नाटका स्टेट होटल एसोसिएशन. कल CM ने, सिद्धरामैया ने मीटिंग के लिए अरेंज करके उसका प्रिंसिपल सेक्रेटरी ने हमको मीटिंग को बुलाया. लेकिन पूरा विश्वास नहीं मिला है. वो क्या बोल रहा है, सेंट्रल गवर्नमेंट का पार्ट है, हम कुछ भी नहीं कर सकता है. लेकिन इधर कुछ डीलर का कुछ इश्यूज चल गया तो वो लोग को हम इन्फॉर्म करेंगे करके वो लोग बोला है. लेकिन अभी क्या हो गया, ऑल ओवर इंडिया में 75% गैस कंजम्पशन डोमेस्टिक गैस है, वो घर का गैस कंजम्पशन है. 25% गैस कंजम्पशन फ्रॉम होटल इंडस्ट्री और कमर्शियल दिस थिंग. They are not giving single cylinder to commercial. They got the order. They are telling अभी हमको ऑर्डर मिला है, ये कमर्शियल गैस फिलिंग आ गया तो फिलिंग नहीं करना करके. अभी आपका पास कितना सिलेंडर? हमारा पास कुछ भी स्टॉक नहीं है. अभी हम ब्लैक मार्केट में गैस ले रहे हैं. एक गैस सिलेंडर का वैल्यू था 1600 to 1800 था. अभी 6000-7000 दे के, कल हमारा दोस्त ने बात किया था, 10,000 लेके ബാംഗ്ലൂർ ആക്കെ एक സിലിണ്ടർ ഗ്യാസ് ലേക്ക്. ബംഗളൂരു നഗരത്തിൽ സജു ചാമക്കാലയിൽ നിന്നാണ് തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.